അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വസ്ഥനിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് എൻ്റെ വേദനകളിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും. തൻ്റെ തൂരിൽ കൊണ്ടുകൊണ്ട് നിന്നെയും മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകിടയിൽ നിന്ന് കപയിൽ ലഭിക്കും. അവിടുത്തെ വിശ്വസ്തനും കവചവും പരിചയമായിരിക്കും. രാത്രി ഭീകരതയും പോലപ്പെടുന്ന അശ്രദ്ധയും ഭയപ്പെടേണ്ട. ഇരട്ടച്ചിൻ്റെ മഹാമാരിയും നട്ടച്ചിക്ക് വരുന്ന ശ്രദ്ധ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിൻ്റെ വലത്ത് ആയിരങ്ങളും എങ്കിലും നിനക്ക് ഒരനുഭവം സംഭവിക്കുകയില്ല. ദുഷ്ട പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു അത് ദൈവാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരർത്ഥം നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികൾ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവർ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദങ്ങളിൽ തട്ടാതിരിക്കുവാൻ അവർ നിൻ്റെ കൈകൾ വച്ചുള്ളും. സിംഹത്തിൻ്റെ മേൽ ചോട്ടി കളിക്കും. ദൈവസന്ധി സർപ്പത്തെയും നീ ചോട്ടി വലിക്കും. അവൻ്റെ സ്നേഹത്തിൽ എന്നെ ഒടോട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലോ. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടെ ചേർത്ത് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സൽക്കോട് ഞാൻ അവന് സമൃദ്ധനാകും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.